അപ്പോൾ നമ്മുടെ അപ്പച്ചമ്പ് പതിയെ ഓപ്പൺ ചെയ്യാം കേട്ടോ. തുറക്കട്ടെ. തന്നെ ആവി പറഞ്ഞു ഇപ്പോണ്ട്. ഈ ഒന്നാം പാല് ഫൈനൽ ടച്ചാണ്. ഹേയ് ഹലോ എന്നെ ഉണ്ട്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. അപ്പോൾ ഇന്ന് വിഷു ആയതുകൊണ്ട് നമ്മളിന്നൊരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വിഷു വടയും പിന്നെ ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ അവിടെ കുക്കിങ്ങിനുള്ള സെറ്റിങ്സും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ കുക്കിംഗ് വീഡിയോട്ട് പോകാം. ഓക്കെ. അല്ല, നിലത്തിട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിന്ന് വിഷുവട ഉണ്ടാക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ്. ഒന്ന് അരിപ്പൊടി, പിന്നെ ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, ശർക്കര, നെയ്യുണ്ട്, പിന്നെ തേങ്ങ ചിരകിയത്. ഇതൊക്കെ വെച്ചാണ് കേട്ടോ നമ്മളിന്ന് വിഷുവട ഉണ്ടാക്കാൻ പോകുന്നത്. 1 കപ്പ് വെള്ളം. ആഹാ, ആ സൗണ്ട്. ശർക്കര. നമ്മൾ ശർക്കര ഉരുക്കി പാനീയമാക്കും കേട്ടോ ആദ്യം. ഇത് എത്ര നേരം എടുക്കും? പെട്ടെന്ന്. ഇതിന് ഒറ്റയടിക്കിടല്ലേ അല്ലേ? കുറച്ചായിട്ട്. ടൈം എടുക്കും. പൊടി അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന്. ശർക്കര പാനി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിലോട്ട് തേങ്ങ ചിരകി ഇടാൻ പോകും. എന്താ സജിന്, എന്ത് പറ്റിയടാ? ഞാനേ വെള്ളം കൂടിപ്പോയി. അതെ, എന്നാ പറ്റിച്ചോ, പതിയിരുന്നു പറ്റിച്ചോ കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഇതിനകത്ത് വെള്ളം കൂടിപ്പോയി, അത് പറ്റിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നു. അവിടെ ആണെങ്കിൽ വെള്ളം കൂടി. അതെ. എന്തായാലും ഇവിടെ വലിയ കോമഡികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു വിശാലമായ പാടമാണ്. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുക. അതുകൊണ്ട് ഇപ്പം വെള്ളമൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൂടി വരുന്നു. അപ്പോൾ ഇവിടെ കൂടിപ്പോയ വെള്ളം പറ്റിക്കാനും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമ്മുടെ നിലവിലെ അവസ്ഥ. ഇന്നെല്ലാം തീരുമോ അത്? ഇതാണ് മറ്റേ ആള് കൂടുമ്പോ ബാമ്പിയാത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മള് ഫ്രണ്ട്സ് എല്ലാം കൂടി ചെയ്തതാണ്. ചെയ്തപ്പോ ഓരോരുത്തരുടെ ബാക്കി വെള്ളം കൊണ്ടൊഴിച്ചതാണ്. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ വെള്ളമായിരിക്കും. എന്തായാലും നമുക്ക് ശ്രമിക്കാം അല്ലേ? നമ്മളിത് വറ്റിക്കാൻ ശ്രമിച്ചു. അതെ. ഇയാളൊന്നും നമ്മള് ഉണക്കമുന്തിരി എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക്
അതെ, അടുത്ത ഏലക്കയാണ്. ഏലക്ക ഇടിച്ചതാണ് കിട്ടും. ഇനി ജീരകം ഇടും. അടുത്ത ജീരകം. അങ്ങോട്ട് മസിലി പിടിച്ചടക്കുക ടാജിനെ. നമ്മുടെ ശർക്കരപ്പാനിയും തേങ്ങയും ചെറിയതും കൂടി നമ്മൾ നൈസായിട്ട് അങ്ങ് അടുപ്പേ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിന് തന്നെ ചെയ്യണം, ചൂട് മാറുന്നവരെ ഇങ്ങനെ ഇളക്കി കൊണ്ടുപോകും. അതോ ഒരു സൈഡ് തന്നെ ആണെങ്കിൽ ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ ഭയങ്കര ഡ്രൈ ആവില്ല. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാത്രത്തിൻ്റെ ചൂട് എന്താണെന്ന് നീയാണോ വെള്ളം ഒഴിക്കാൻ പോകുന്നത് ഇതിനകത്ത്? എന്റെ പൊന്നളിയാ വെള്ളം. ഉപ്പിട്ടിട്ട് നമ്മൾ കുഴക്കാൻ എനിക്ക് എന്തായാലും ഒരു അബദ്ധം പറ്റും. ഇത് മേലെ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. നമ്മുടെ അരിപ്പൊടി കുഴച്ചത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റായില്ലേ? നമ്മൾ വാട്ടിയെടുത്ത വാഴയില കേട്ടോ, കണ്ടോ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. കാണിച്ചു കണ്ടോ. നമ്മൾ അപ്പം പോലെ ഈ ഇലക്കകത്തോട്ട് അത് ഈ വേണമെങ്കിൽ ഇലക്കകത്ത് വേണമെങ്കിൽ ശകലം എണ്ണ വേണമെങ്കിൽ തടവാം. ഇപ്പൊ ചൂടുവെള്ളത്തിൽ വെള്ളം കൈ പോയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ ആൾക്കാർ? ഇതിൽ എണ്ണ തടവാം, അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് വെള്ളം എടുത്തിട്ട് ഒന്നിങ്ങനെ തടവിയാലും ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുക്കുന്ന സൈസിനനുസരിച്ചിടാം അല്ലേ? അതോ നിറച്ച് ഫില്ലിങ് എടുക്കും. നമ്മൾ കുറച്ചല്ല എടുക്കുന്നത്, നമ്മൾ ഫ്രണ്ട്സ് ഇത്രയും പേരല്ലേ, അപ്പോൾ ഇത്രയും പേർക്കുള്ള എടുക്കുന്നത്. അപ്പം നമ്മൾ നിറച്ച് ഫില്ലിങ് എടുക്കും. ഈ സൈഡ് ഇങ്ങനെ മടക്കാം. ഇതിങ്ങനെ ഓരോന്നായിട്ട് ചെയ്യണം അല്ലേ? നമ്മളെ ബാക്കിയുള്ള ഇലയിലെല്ലാം ഉണ്ട്. നമ്മൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ അണ്ടാവിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിന് പല പല നാട്ടിൽ വേറെ വേറെ പേരാണോ പറയുന്നത്? ഇഡലിക്കുട്ടകം പറയും, അപ്പച്ചമ്പ് പറയും. ഇതിലൊക്കെ നമ്മൾ ഞാൻ അപ്പച്ചമ്പ് എന്ന് കേട്ടിട്ടുള്ളത്. തങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത്? ഓക്കെ ഓക്കെ. ആ നമ്മളത് അങ്ങനെ അപ്പച്ചമ്പ് അല്ലെങ്കിൽ ഉണ്ടാവും. ഇഡലിക്കുട്ടോ. അങ്ങനെ നമ്മൾ ഇരിക്കുന്ന ബാക്കിയെല്ലാം മൊത്തം ഇതിനകത്ത് എടുത്ത് നമ്മൾ ഇതുപോലെ സെയിം ചെയ്തിട്ട് അടിച്ചു. ഓൾറെഡി അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആവി എടുക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ ബാക്കി ഇരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ ചെയ്ത് വെക്കുകയാണ്. ഇതിനകത്ത് ഇപ്പൊ എത്ര ഇടാൻ പറ്റും? ഇതിനകത്ത് ഇപ്പൊ വെക്കാൻ പറ്റും. അടുക്കി അടുക്കി വെച്ചാൽ മതി. ഇത് നീ തിന്നണ്ടാണേ. കാണാൻ തന്നെ രസമുണ്ട് ഇതിനകത്ത് ഇരിക്കുന്ന. ഈ അടയെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഡിഷാണോ? അതോ പല ടൈപ്പ് അടകളുണ്ടല്ലോ. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ? വേറെ സംസ്ഥാനത്താണ്? ഇതിപ്പം നമ്മള് രണ്ട് രീതിയിൽ നമ്മൾ അടയുന്നവരുണ്ട്. ഈ ശർക്കര ചിരണ്ടി ഇട്ടിട്ടില്ലേ, തേങ്ങായി വിട്ട് മറ്റേ ജീരകവും എന്തായിരുന്നു മറ്റേ എന്തായിരുന്നു ഏലക്കായൊക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ട്
നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഈ എന്താണ് ഈ ഇല്ലേ ഇതിനകത്ത് പരത്തുന്നവരുണ്ട്, ഇതിനകത്ത് ഇടുന്നവരുണ്ട്. ഇത് നമ്മള് അരിപ്പൊടിയിൽ അങ്ങനെ വറുത്തിട്ട് വരുന്നുണ്ട്. ഇത് നമ്മള് ഈ ഇല ഉണ്ടല്ലോ, നമുക്ക് വാഴലല്ലാതെ നമുക്ക് വട്ടയില്ല, വട്ടയിലേക്ക് ഉപയോഗിക്കാം. ചിലവരൊക്കെ വട്ടയിലേക്ക് യൂസ് ചെയ്യുന്നത്. വട്ടയില അത് നമുക്ക് വട്ടയില നോക്കിയാലോ? വട്ടയില ഉണ്ടോ ഇവിടെ? ആണോ? ഈ വട്ടയില ഇനി ഞങ്ങളുടെ അവിടെ ഒക്കെ വട്ടയില ഇഷ്ടംപോലെ. അടച്ചു കൊഴുക്കട്ടയ്ക്കകത്ത് ഫില്ലിങ് അവന് മാത്രം കഴിക്കുന്നതുകൊണ്ടാണ് ഫില്ലിങ് കൂടിയത്. അവൻ കൂടെ ഫില്ലിങ്. ഇനി നമ്മൾ എത്ര സമയം വെയിറ്റ് ചെയ്യണം? ഓ, നമ്മൾ അടുപ്പിൽ കുക്ക് ചെയ്യുന്നതിന്റെ അതിന്റെ ടൈമിംഗ് വ്യത്യാസമുണ്ട്. അമ്മക്കാർക്ക് അടുപ്പിൽ കുക്ക് ചെയ്ത് വലിയ എക്സ്പീരിയൻസ്. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിച്ചിട്ടുള്ള ഗ്യാസില. പക്ഷെ അടുപ്പിൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ എന്തേലും വെറൈറ്റി ടേസ്റ്റ്. നമ്മുടെ 90 കിഡ്സിന് ഉള്ള ഇതാണ്. നമ്മുടെ കൊച്ചിലൊക്കെ ഇങ്ങനെ അടുപ്പകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊന്നും വലുതായിട്ട് അടുപ്പ് ഉപയോഗിക്കുന്നില്ല. എന്റെ കൊച്ചിലൊക്കെ ഞാൻ അടുപ്പ് ഉപയോഗിച്ചു. ഞാനില്ല, വീട്ടിൽ എനിക്ക് അത് കത്തിച്ചുള്ള അനുഭവമുണ്ട്. അപ്പൊ നമ്മുടെ അപ്പച്ചമ്പ് പതിയെ ഓപ്പൺ ചെയ്യാം കേട്ടോ. തുറക്കട്ടെ. തന്നെ ആവി പറഞ്ഞു നിൽപ്പുണ്ട്. അയ്യോ, ഓക്കെ ആയിട്ടുണ്ടല്ലേ? എടുത്തേക്കാം. അപ്പോൾ നമ്മുടെ വിഷുവട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഐറ്റം ഉണ്ടാക്കാം. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ? പായസം. ഓക്കെ, പായസം ഉണ്ടാക്കാം. പരിപ്പ് പായസം കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി അടുത്ത ശർക്കര പാനി ഉണ്ടാക്കാൻ പോകുന്നത്. പായസത്തിന് വേണ്ടിയുള്ള പരിപ്പ് പായസത്തിന് വേണ്ടിയുള്ള പാനിയാണ്. ഇതവിടെ ഇരിക്കട്ടെ. ശർക്കരപ്പാനി നൂല് പോലെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇതങ്ങ് എടുത്ത് മാറ്റാം. അടുത്ത നെയ്യ് ഒഴിക്കട്ടെ. ഉരുളിപ്പാത്രമാണ് ഇത്. പെട്ടെന്ന് അങ്ങ് നല്ല ചൂട് നിൽക്കുന്നുണ്ട്. അത് ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചേക്കുന്നല്ലേ പരിപ്പ്. തേങ്ങാപ്പാൽ ഇപ്പോഴാണ് കഴിക്കുന്നത്? തേങ്ങാപ്പാലിനകത്താണ് ഇത് കഴിച്ചത്. ഇത് എത്രാമത്തെ പാല? മൂന്നാം പാലിനകത്ത് ഈ പരിപ്പിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാം പാൽ. ഇതിനി കുറച്ച് കൂർക്കണോ? ഇതിനി കുറച്ചേരം ഇവിടെ ഇരിക്കട്ടല്ലേ. ഇപ്പൊ ഇത് ചെറുതായിട്ട് ഇങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇതൊന്നിട്ട് തിളക്കണം അല്ലേ? അങ്ങനെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് തന്നെ ശർക്കരപ്പാനി ഒഴിക്കും. ശർക്കരപ്പാനി റെഡി അല്ലേ? ഓക്കെ. ഇത് അരിച്ചാണ് വെച്ചേക്കുന്നത് ശർക്കരപ്പാനി അല്ലേ? ശർക്കരപ്പൊടിയാ മേടിച്ചെന്നാലും നമ്മൾ അരിച്ചു. ആ കളർ കോമ്പിനേഷൻ കേട്ടോ. അയ്യ, ഇപ്പൊ മൊത്തത്തിൽ കളർ അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും. ചെറുതായിട്ടല്ലല്ലോ, നല്ലപോലെ ചേഞ്ച് ആവുമല്ലേ? ഇതിനി ഇളക്കിക്കൊണ്ടിരിക്കണ്ടോ കുറച്ചു നേരം? അങ്ങനത്തെ പരിപാടിയല്ലേ? ഞാൻ കണ്ടിട്ടുണ്ടോ അങ്ങനെ പണ്ട്? കട്ടിയുള്ളതുകൊണ്ട് അടിയിലൊന്നും പിടിക്കത്തില്ല. ഏലക്കയും ചുക്കും കൂടി അല്ലേ? ഏലക്ക മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചുക്ക്
പൊടി. ചുക്കുപൊടി. അപ്പൊ വീണ്ടും നെയ്യ്. തീർന്നു? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാനതാ തീർന്നു കാണാതിരിക്കുന്നു. അടുത്ത തേങ്ങയാണ് കേട്ടോ, തേങ്ങ കൊത്ത്. നമ്മള് തേങ്ങ നമ്മുടെ ഇതിനകത്ത് നിന്ന് ഡയറക്റ്റ് തേങ്ങ കൊത്തായിട്ട് ഇതും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കാഷ്യൂ നട്ട്സ്. വീണ്ടും പഴയതുപോലെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം അല്ലേ? കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ കുറച്ച് അധികം ഇരിക്കട്ടെ, പായസം ആകുമ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് അധികം വേണം. ഉണക്കമുന്തിരി പഴയതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വീർത്ത് തരണം അല്ലേ? ഒന്നാം പാല് ഫൈനൽ ടച്ചാണ്. ആഹാ നല്ല മേഘം പോലെയുണ്ട്. ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ച തേങ്ങാക്കൊത്ത്, ഉണക്കമുന്തിരി, കാഷ്യൂ നട്ട്സ് എല്ലാം കൂടി പത്തി അങ്ങോട്ട് വിതറാം. തേങ്ങാക്കൊത്ത്, കാഷ്യൂ നട്ട്സ്, ബ്യൂട്ടി ഒന്ന് നോക്കി. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം ഇതാക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ എടുക്കുന്നു. അപ്പം നമ്മൾ ഈ ചെറിയ ചൂടത്താണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്, ലോ ഫ്ലെയിമിലല്ലേ? ഇതിന് കുറച്ച് നേരം ഇങ്ങനെ വെക്കണോ? അടച്ചുമല്ലോ, അത് സംഭവം റെഡിയാണ്. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം അല്ലേ? ഓക്കെ, അങ്ങനെ നമ്മുടെ പരിപ്പ് പായസം റെഡി ആയിരിക്കണം ഗായ്സ്. ബാക്കിയുള്ള കൂടി ഇട്ടേ. ഇനി നമുക്കിതെല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, അടയും പായസവും എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ പായസവും അടയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആരാ ടേസ്റ്റ് ചെയ്യുന്നത്? ആ റെഡി ആയിരിക്കണം ഇവിടെ നോക്കി. ഇത് എടുക്കുന്നത് കാണിച്ചു. എല്ലാവരുടെ ഡിസൈൻ വരെയുണ്ട്. വെന്തിട്ടുണ്ടല്ലേ? അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? കഴിച്ചു പോവാ. അങ്ങനെയല്ലേ എടുക്കണ്ടേ? ഞാൻ കാണിച്ചതാ. ഇത് ഇങ്ങനെ അങ്ങ് എടുക്കണം. എന്റെ കാല് തരാം അടിച്ചിടില്ല. എപ്പടി വെക്കാം? അവൻ നിനക്ക് മാത്രം നന്നായിട്ടൊന്നും തരത്തില്ല. സെറ്റ് സാധനം, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോയും കുക്കിംഗ് വീഡിയോയും ഫിഷിംഗ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഹാപ്പി വിഷു.